എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 1 സാമുവേൽ 7-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 സാമുവേൽ 7-ാം അധ്യായം. ഒന്നാമത്തെ ചോദ്യമാണ്, സാമുവേൽ 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 17, 18, 19, 16. ഉത്തരം 17. രണ്ടാമത്തെ ചോദ്യമാണ്, സാമുവേൽ 7-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 3, 2, 1, 4. ഉത്തരം 1. മൂന്നാമത്തെ ചോദ്യമാണ്, സാമുവേൽ 7-ാം അധ്യായത്തിലെ ശീർഷകം എന്ത്? സാമുവേൽ രാജാവ്, സാമുവേൽ ഭരണാധികാരി, സാമുവേൽ ന്യായാധിപൻ, സാമുവേൽ പുരോഹിതൻ. ഉത്തരം സാമുവേൽ ന്യായാധിപൻ. നാലാമത്തെ ചോദ്യമാണ്, ഏത് ആളുകൾ വന്നാണ് കർത്താവിൻ്റെ പേടകം എടുത്തത്? സൊറോക്കിലെ ആളുകൾ, മക്കദേനിയായിലെ ആളുകൾ, കിരിയാത്ത് യയാറാമിലെ ആളുകൾ, സോദോമിലെ ആളുകൾ. ഉത്തരം കിരിയാത്ത് യയാറാമിലെ ആളുകൾ. അഞ്ചാമത്തെ ചോദ്യമാണ്, കർത്താവിൻ്റെ പേടകം ആരുടെ ഭവനത്തിലാണ് എത്തിച്ചത്? ജോഷുവയുടെ, അബിനാദാബിൻ്റെ, അഹറോൻ്റെ, സാവൂളിൻ്റെ. ഉത്തരം അബിനാദാബിൻ്റെ. ആറാമത്തെ ചോദ്യമാണ്, അബിനാദാബ് എവിടെയാണ് താമസിച്ചിരുന്നത്? ഗിരിമുകളിൽ, മലമ്പ്രദേശത്ത്, താഴ്വരയിൽ, ഗ്രാമത്തിൽ. ഉത്തരം ഗിരിമുകളിൽ. ഏഴാമത്തെ ചോദ്യമാണ്, കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന് ആരെയാണ് അഭിഷേകം ചെയ്തത്? ജോഷുവ, എലയാസർ, സാമുവൽ, സാവൂൾ. ഉത്തരം എലയാസർ. എട്ടാമത്തെ ചോദ്യമാണ്, എലയാസറിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? അഹറോൻ, ലേവി, റൂബൻ, അബിനാദാബ്. ഉത്തരം അബിനാദാബ്. ഒമ്പതാമത്തെ ചോദ്യമാണ്, കർത്താവിൻ്റെ പേടകം എത്ര വർഷമാണ് അബിനാദാബിൻ്റെ ഭവനത്തിൽ ഇരുന്നത്? 30 വർഷത്തോളം, 20 വർഷത്തോളം, 50 വർഷത്തോളം, 10 വർഷത്തോളം. ഉത്തരം 20 വർഷത്തോളം. പത്താമത്തെ ചോദ്യമാണ്, ആരാണ് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നത്? ഫിലിസ്ത്യ ജനം, യൂദാ നിവാസികൾ, ഈജിപ്തിലെ ജനം, ഇസ്രായേൽ ജനം. ഉത്തരം ഇസ്രായേൽ ജനം. 11ാമത്തെ ചോദ്യമാണ്, ആരാണ് ഇസ്രായേൽ ജനത്തോട് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയണം എന്ന് പറഞ്ഞത്? ജോഷുവ, മോശ, അഹറോൻ, സാമുവൽ. ഉത്തരം സാമുവൽ. ആരെയെല്ലാം ബഹിഷ്കരിക്കണമെന്നാണ് പറയുന്നത്? ദാഗോൻ്റെ ബിംബത്തെയും ദേവതകളെയും, അശേര ദേവതകളെയും ദേവന്മാരെയും, അന്യദേവന്മാരെയും, അസ്ഥാർത്ഥ ദേവതകളെയും, ബാലിൻ്റെ ബിംബം ദേവന്മാരെയും. ഉത്തരം അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും. നിങ്ങളെ പൂർണ്ണമായി ആർക്ക് സമർപ്പിക്കാനാണ് സാമുവൽ പറയുന്നത്? ദേവതയ്ക്ക്, ദൈവത്തിന്, ഫിലിസ്ത്യർക്ക്, അസ്ഥാർത്ഥയ്ക്ക്. ഉത്തരം ദൈവത്തിന്. 14ാമത്തെ ചോദ്യമാണ്, ആരുടെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുമെന്നാണ് സാമുവൽ പറയുന്നത്? ഫിലിസ്ത്യരുടെ, അമ്മോന്യരുടെ, കനാന്യരുടെ, അടിമകളുടെ. ഉത്തരം ഫിലിസ്ത്യരുടെ. 15ാമത്തെ ചോദ്യമാണ്, ഇസ്രായേൽ ആരുടെ ബിംബങ്ങളെയാണ് ബഹിഷ്കരിച്ചത്? ദേവിയുടെ, ബാലിൻ്റെയും അസ്ഥാർത്ഥയുടെയും, ദാഗോൻ്റെയും അസ്ഥാർത്ഥയുടെയും, അശേരയുടെയും ദാഗോൻ്റെയും. ഉത്തരം ബാലിൻ്റെയും അസ്ഥാർത്ഥയുടെയും. 16ാമത്തെ ചോദ്യമാണ്, സാമുവൽ ഇസ്രായേൽക്കാരോട് എവിടെയാണ് ഒരുമിച്ച് കൂടാൻ പറഞ്ഞത്? ഷീലോയിൽ, മിസ്പായിൽ, എഫ്രായിമിൽ, യൂദയായിൽ. ഉത്തരം മിസ്പായിൽ. 17ാമത്തെ ചോദ്യമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതാര്? അഹറോൻ, ലേവി, സാമുവൽ, ഏലീഷ. ഉത്തരം
സാമുവൽ. 18 ചോദ്യമാണ്, ഇസ്രായേൽ മിസ്പായിൽ ഒരുമിച്ച് കൂടി എന്താണ് കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നത്? ദഹനബലി, ധാന്യബലി, വെള്ളം കോരി, പ്രാശ്ചിത്ത ബലി. ഉത്തരം വെള്ളം കോരി. 19 ചോദ്യമാണ്, ആ ദിവസം മുഴുവൻ ഇസ്രായേൽക്കാർ എന്തു ചെയ്തു എന്നാണ് 7:6 പറയുന്നത്? പ്രാർത്ഥിച്ചു, ആനന്ദിച്ചു, ഉപവസിച്ചു, ബലിയർപ്പിച്ചു. ഉത്തരം ഉപവസിച്ചു. 20 ചോദ്യമാണ്, ഞങ്ങൾ കർത്താവിനെതിരായി എന്ത് ചെയ്തു പോയി എന്നാണ് അവർ ഏറ്റുപറഞ്ഞത്? പാപം ചെയ്തു പോയി, തിന്മ പ്രവർത്തിച്ചു, അന്യർക്ക് ബലിയർപ്പിച്ചു, ദേവതയെ ആരാധിച്ചു. ഉത്തരം പാപം ചെയ്തു പോയി. എവിടെ വച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്? ഷീലോയിൽ വച്ച്, യൂദയായിൽ വച്ച്, എഫ്രായിമിൽ വച്ച്, മിസ്പായിൽ വച്ച്. ഉത്തരം മിസ്പായിൽ വച്ച്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് കേട്ടത് ആര്? ഷീലയിലെ നിവാസികൾ, ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, തദ്ദേശവാസികൾ, ഷെക്കേം പ്രഭുക്കന്മാർ. ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ആരാണ് 7:8 ഭയചകിതരായത്? ഇസ്രായേൽക്കാർ, ഈജിപ്തുകാർ, എഫ്രായിംകാർ, ഫിലിസ്ത്യർ. ഉത്തരം ഇസ്രായേൽക്കാർ. 25 ചോദ്യമാണ്, ആരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്നാണ് പറയുന്നത്? കാനാ നിവാസികളിൽ നിന്ന്, യൂദാ നിവാസികളിൽ നിന്ന്, ഫിലിസ്ത്യരിൽ നിന്ന്, അമലേക്യരിൽ നിന്ന്. ഉത്തരം ഫിലിസ്ത്യരിൽ നിന്ന്. 26 ചോദ്യമാണ്, ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ ആരോടാണ് അപേക്ഷിച്ചത്? ഫിനെഹാസ്, ഏലി, സാമുവൽ, അഹറോൻ. ഉത്തരം സാമുവൽ. 27 ആരാണ് സമ്പൂർണ്ണ ദഹനബലി കർത്താവിന് അർപ്പിച്ചത്? ജെറോം, ഫിനെഹാസ്, സാമുവൽ, ജോഷുവ. ഉത്തരം സാമുവൽ. 28 സാമുവൽ എന്തിനെയാണ് സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചത്? മുലകൂടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ, ചെമ്മരിയാടിനെ, കാളയെ, പശുക്കിടാവിനെ. ഉത്തരം മുലകൂടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ. ആരാണ് ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ജോഷുവ, എലയാസർ, സാമുവൽ, ഫിനെഹാസ്. ഉത്തരം സാമുവൽ. 30 ചോദ്യമാണ്, കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് ശ്രവിച്ചത്? ഏലിയായുടെ, മോശയുടെ, സാമുവലിൻ്റെ, ഏശയായുടെ. ഉത്തരം സാമുവലിൻ്റെ. സാമുവൽ എന്ത് ബലിയാണ് കർത്താവിന് അർപ്പിച്ചത്? സമാധാന ബലി, ധാന്യബലി, ദഹനബലി, പ്രാശ്ചിത്ത ബലി. ഉത്തരം ദഹനബലി. സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ആരാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നത്? ഈജിപ്തുകാർ, ഫിലിസ്ത്യർ, ഷെക്കേം നിവാസികൾ, ഗിലെയാദുകാർ. ഉത്തരം ഫിലിസ്ത്യർ. 33 ചോദ്യമാണ്, ആരാണ് ഭയങ്കരമായ ഇടിനാദം മുഴക്കിയത്? കർത്താവ്, സാമുവൽ, അഹറോൻ, ലേവ്യർ. ഉത്തരം കർത്താവ്. 34 ചോദ്യമാണ്, കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ആരെയാണ് സംഭ്രാന്തരാക്കിയത്? ഫിലിസ്ത്യരെ, കനാന്യരെ, അമ്മോന്യരെ, എഫ്രായിംകാരെ. ഉത്തരം ഫിലിസ്ത്യരെ. ഇസ്രായേൽ മിസ്പായിൽ നിന്നും എവിടം വരെയാണ് ഫിലിസ്ത്യരെ പിന്തുടർന്ന് വധിച്ചത്? ഷെക്കേം വരെ, സിനായി വരെ, ജെറുസലേം വരെ, ബത്ത്കാർ വരെ. ഉത്തരം ബത്ത്കാർ വരെ. 36 ചോദ്യമാണ്, സാമുവൽ മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ എന്താണ് സ്ഥാപിച്ചത്? കല്ല്, സ്മാരകം, തൂണ്, പേടകം. ഉത്തരം കല്ല്.
ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിനിട്ട പേര് എന്ത്? യാബോക്ക്, എബിനെസർ, ഹെബ്രോൺ, ബഥേൽ. ഉത്തരം എബിനെസർ. എബിനെസർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ദൈവം രക്ഷിച്ചു, സഹായശില, ദൈവം പറഞ്ഞു, ദൈവം ഓർത്തു. ഉത്തരം സഹായശില. സാമുവൽ 7:13 ആരാണ് ഇസ്രായേലർക്ക് കീഴടങ്ങിയത്? ഫിലിസ്ത്യർക്ക്, ശെഖേം, എഫ്രായിം, ഈജിപ്തുകാർ. ഉത്തരം ഫിലിസ്ത്യർ. 40 ആരുടെ കാലമത്രയുമാണ് കർത്താവിൻ്റെ കരം ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നത്? ദാവീദിൻ്റെ, നാഥാൻ്റെ, സാമുവലിൻ്റെ, സോളമൻ്റെ. ഉത്തരം സാമുവലിൻ്റെ. ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന ഏതെല്ലാം സ്ഥലങ്ങളാണ് ഇസ്രായേലിന് തിരികെ കൊടുത്തത്? എക്രോൺ മുതൽ ഗത്ത് വരെ, സൊറക്കു മുതൽ ഷീല വരെ, കിരിയാത്ത് മുതൽ അരാബ വരെ, അയിൻ മുതൽ റിമ്മോൻ വരെ. ഉത്തരം എക്രോൺ മുതൽ ഗത്ത് വരെ. 42 ചോദ്യമാണ്, ഇസ്രായേൽ തങ്ങളുടെ പ്രദേശമെല്ലാം ആരിൽ നിന്നാണ് വീണ്ടെടുത്തത്? കനാന്യരിൽ നിന്ന്, എഫ്രായിമിൽ നിന്ന്, ഫിലിസ്ത്യരിൽ നിന്ന്, ശെഖേം നിവാസികളിൽ നിന്ന്. ഉത്തരം ഫിലിസ്ത്യരിൽ നിന്ന്. ആരൊക്കെ തമ്മിൽ സമാധാനമുണ്ടായി എന്നാണ് 7:14 പറയുന്നത്? ഇസ്രായേലരും അമോര്യരും, ഇസ്രായേലും ഫിലിസ്ത്യരും, ഇസ്രായേലും ഈജിപ്തുകാരും, ഇസ്രായേലും എഫ്രായിംകാരും. ഉത്തരം ഇസ്രായേലരും അമോര്യരും. ആരാണ് തൻ്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തിയത്? ജോഷുവ, നാഥാൻ, സാമുവൽ. ഉത്തരം സാമുവൽ. സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ എന്താണ് നടത്തിയത്? നീതിപാലനം, ഭരണനിർവഹണം, നീതിന്യായം, ഭരണ ചുമതല. ഉത്തരം നീതിപാലനം. ഏതൊക്കെ സ്ഥലങ്ങളാണ് വർഷം തോറും സന്ദർശിച്ച് സാമുവൽ നീതിപാലനം നടത്തിയത്? എഫ്രായിം, ഷീലോം, ഗത്ത്, സെയിൽ, തിമ്ന, ഷിക്കറോൺ, ബഥേൽ, ഗിൽഗാൽ, മിസ്പ, ബെൻഹിന്നോം, ജോർദാൻ, തിമ്ന. ഉത്തരം ബഥേൽ, ഗിൽഗാൽ, മിസ്പ. നീതിപാലനം നടത്തിയതിന് ശേഷം സാമുവൽ എവിടേക്കാണ് മടങ്ങിപ്പോയത്? റാമായിലേക്ക്, സെയിരിലേക്ക്, തിമ്നായിലേക്ക്, ഗത്തിലേക്ക്. ഉത്തരം റാമായിലേക്ക്. റാമായിൽ സാമുവൽ എന്ത് നടത്തിയെന്നാണ് പറയുന്നത്? നീതി നിർവഹണം, ഭരണനിർവഹണം, രാജ്യഭരണം, നീതിപാലനം. ഉത്തരം നീതിപാലനം. 49 ചോദ്യമാണ്, സാമുവൽ റാമായിൽ എന്താണ് നിർമ്മിച്ചത്? ദേവാലയം, സിനഗോഗ്, ബലിവസ്തുക്കൾ, ബലിപീഠം. ഉത്തരം ബലിപീഠം.